മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കുമ്പളങ്ങി കെൽട്രോൺ ഫെറി പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. കുമ്പളങ്ങി അരൂർ നിവാസികളുടെ ചിരകാല സ്വപ്നമായ കുമ്പളങ്ങി കെൽട്രോൺ പാലം നിർമ്മാണോദ്ഘാടനം മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഈ പാലത്തിന്റെ നടപടികളും ഈ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമെല്ലാം എനിക്ക് കേട്ടും വിശദമായി ബഹുമാന്യനായ MLA ശ്രീ KJ മാക്സി അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്ന് രാവിലെ മുതൽ തുടർച്ചയായ പരിപാടികളാണ് എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നത്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ തുടങ്ങിയ നിയോജക മണ്ഡലത്തിലെ പരിപാടികൾ നീണ്ടുപോയത് കൊണ്ടാണ് ഇവിടെ എത്തിച്ചേരാൻ വൈകിയത്. അതിൽ പ്രയാസം അനുഭവിച്ചതിൽ നിങ്ങൾ ഈ ഒരു അവസ്ഥ തിരിച്ചറിയുമെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ സ്വാഗതത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ രണ്ട് നിയോജക മണ്ഡലങ്ങളെയും രണ്ട് ജില്ലകളെയും ബന്ധിപ്പിക്കും പാലം അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുകയാണ്. കുമ്പളങ്ങി പെരുമ്പടപ്പ് റോഡിൽ ദേശീയപാത 66 തമ്മിൽ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാലം കൂടിയാണ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 കോടിയോളം രൂപ ചെലവഴിച്ചാണ്. KJ മാക്സി MLA അധ്യക്ഷത വഹിച്ചു. കുമ്പളങ്ങിയുടെ വികസനത്തിന്റെ വഴിയിൽ വലിയൊരു നാണ്യകണ്ടായി മാറുകയാണ്. ഒരു കാലത്ത് കുമ്പളങ്ങി ഒറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. ആ ഒറ്റപ്പെട്ട പ്രദേശത്ത് ആ കുമ്പളങ്ങി വികസനത്തിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രധാന പങ്ക് വഹിച്ചത് തോമസ് മാഷ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച പ്രദേശമാണ്. നമ്മുടെ നാടിന്റെ ജനപ്രതിനിധികളൊക്കെ കേന്ദ്രമന്ത്രി വരെ എത്തിയ മാഷിന്റെ കാലത്താണ് മാഷ് സംസ്ഥാന ടൂറിസം വകുപ്പിലായിരിക്കുമ്പോഴാണ് കുമ്പളങ്ങി ഒരു ടൂറിസം ഗ്രാമമായി സർക്കാർ പ്രഖ്യാപിക്കുന്നത്. 44.20 കോടി രൂപയുടെ ഭരണാനുമതിയാണ് പാലം നിർമ്മാണത്തിന് ലഭിച്ചിരിക്കുന്നത്. കിഫ്ബിയാണ് തുക അനുവദിച്ചത്. 8 സ്പാനോടുകൂടി 290 മീറ്റർ നീളവും 7.50 മീറ്റർ വീതിയും പാലത്തിനുണ്ടാവും. 1.5 മീറ്റർ വീതിയിൽ ഇരുവശങ്ങളിലും നടപ്പാതയും വിഭാവനം ചെയ്തിട്ടുണ്ട്. കുമ്പളങ്ങി ഭാഗത്ത് 110 മീറ്ററും അരൂർ ഭാഗത്ത് 136 മീറ്ററും നീളത്തിൽ അപ്രോച്ച് റോഡുകൾ BMBC നിലവാരത്തിൽ നിർമ്മിക്കും. രണ്ട് ജില്ലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമാവുന്നതോടെ ജനങ്ങൾക്ക് കൂടുതൽ യാത്രാ സൗകര്യമാകും. 18 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് കരാർ. ദലീമ ജോജോ MLA, പ്രൊഫസർ KV തോമസ്, പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി, കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ്, ഫാദർ സെബാസ്റ്റ്യൻ പുത്തമ്പുരക്കൽ, PA പീറ്റർ, ദീപു കുഞ്ഞുകുട്ടി, ഷിബു കൃഷ്ണരാജ്, MM ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. 8 സ്പാനുകൾ ഉൾപ്പെടെ 290.60 മീറ്റർ നീളത്തിൽ പാലം, ഇരുവശങ്ങളിലും 250 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡുമാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് പദ്ധതി നിർവഹണം ചെയ്യുന്നത്. നമ്മുടെ ഈ അരനൂറ്റാണ്ട് നമ്മൾ പിന്നിടുമ്പോൾ അരനൂറ്റാണ്ട് ഈ 10 വർഷത്തിന് പിന്നെയാണ് നോക്കുമ്പോൾ ഈ അരനൂറ്റാണ്ട് കാലഘട്ടത്തിലുള്ള വികസനത്തിന്റെ 10 മടങ്ങ് വികസനമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ശേഷം 10 വർഷം നമ്മുടെ നാട്ടില്, നമ്മുടെ സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വികസനത്തിന്റെ ഒരു പെരുമഴ തന്നെയാണെന്ന് പറയാൻ സാധിക്കും. എന്റെ മണ്ഡലമായ ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.